നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ബഷീറാണ് തവക്കിൽ പ്രോപ്പർട്ടീസിൽ നിന്ന്. ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ല പുതുക്കോട് പഞ്ചായത്തിലാണ്. ഈ കാണുന്ന ബസ് റൂട്ട് ഏതെന്ന് ചോദിച്ചാൽ വടക്കഞ്ചേരി പഴയന്നൂർ ബസ് റൂട്ടാട്ടോ. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് കണ്ടോ, ഈ കാണുന്നതാണ് ബസ് റൂട്ട്. ഈ ബസ് റൂട്ടിൽ നിന്ന് നിറയെ വീടുകളുള്ളൊരു ഭാഗത്ത് 5 സെൻറ്റ് സ്ഥലവും 850 സ്ക്വയർ ഫീറ്റ് ഇഷ്ടിക, അതായത് നമ്മൾ ചുടു ഇഷ്ടികയിൽ പണിത വീട്. മുറ്റത്ത് നല്ലൊരു കിണറിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആ ചൂടുള്ള ഭാഗത്ത് ഈ ഏപ്രിൽ മാസത്ത് കണ്ടോ, കിണറിൽ ഇഷ്ടം പോലെ വെള്ളമാണ്. കരിങ്കല്ല് കെട്ടി പടുത്തുയർത്തിയ ശുദ്ധജലം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കിണർ. അപ്പോൾ ഇതിൽ 5 സെൻറ്റ് സ്ഥലമാണ്. 5 സെൻറ്റ് സ്ഥലം 850 സ്ക്വയർ ഫീറ്റാണ് വീട് കേട്ടോ. വീടിന് ഒരു 7-8 വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ നിങ്ങൾ വന്ന് നോക്കിയാൽ ഈ വീടിൻ്റെ ചുമരുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല. അത് ഇഷ്ടിക കൊണ്ട് പണിത വീടായതുകൊണ്ടാണ്. നമുക്ക് ഈ ഹോളോ ബ്രിക്സ് കല്ല് അങ്ങനെയുള്ള ഇതുകൊണ്ടൊക്കെ പണിത വീടാണെങ്കിൽ ചുമരുകൾക്കൊക്കെ പല ഭാഗത്തും ചിന്നലുണ്ടാവും. അപ്പോൾ ഇതിൽ റെഡ് ഓക്സൈഡാണ് നിലമൊക്കെ. 3 ബെഡ്റൂം ഇതിനകത്തുണ്ട്. അത് 3 ബെഡ്റൂം ആക്കിയതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗം ആദ്യം അടുക്കളയായിരുന്നു. അടുക്കള കേട്ടോ. അപ്പോൾ ഈ അടുക്കള പൊളിച്ച് നമുക്ക് പുറകിലേക്ക് മാറ്റി. അപ്പോൾ ഇതിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ പണിയുണ്ടെന്ന് ചോദിച്ചാൽ, പെയിൻറ് അടിക്കണം, 2 കോട്ട് പ്രൈമർ അടിക്കണം. അതുപോലെ മുറ്റത്ത് നിലത്ത് ടൈലൊട്ടിക്കണം. പിന്നെ കിച്ചൺ സ്ലാബ്, ഇതിൻ്റെ പുറകിലേക്ക് കിച്ചൺ മാറ്റിയിട്ടുണ്ട്. ഒരു വാസ്തു പ്രകാരം അതങ്ങോട്ട് മാറ്റി പുറകിലേക്ക് കിച്ചൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബെഡ്റൂമിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. ഇത് ഇവിടെ നോക്കിയാൽ കാണാം കണ്ടോ. ഇത് അറ്റാച്ച്ഡ് അല്ലായിരുന്നു, കോമൺ ആയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബാത്റൂമിൽ നമുക്കൊരു ഡോറ് വെക്കണം. അതുപോലെ ഈ പഴയ ക്ലോസറ്റ് നിന്ന് മാറ്റി പുതിയൊരു ക്ലോസറ്റ് ആക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഫിനിഷ് ചെയ്ത് തരും. ഇതിൽ ഇഷ്ടിക കൊണ്ട് പണിത വീടാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം, ഇതിൻ്റെ 2 സൈഡും പുറകുവശം തേച്ചിരുന്നില്ല. അപ്പോൾ അത് തേക്കാത്തത് ഇപ്പോൾ തേച്ച് വൃത്തിയാക്കി മുകളിൽ പാരപ്പറ്റൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാം. ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് 2-3 റൂമുള്ളത് കൊണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായി വന്ന് താമസിക്കാം കേട്ടോ. ബസ് റൂട്ടിലേക്കും അധികം ദൂരമില്ല. നടക്കേണ്ട ഒരു 10 കാലടി വെച്ചാൽ ബസ് സ്റ്റോപ്പായി. അതുപോലെ ജംഗ്ഷനുകളിലേക്കൊക്കെ തച്ചനടി, മണപ്പാടം എന്നീ ജംഗ്ഷനുകളിലേക്കൊക്കെ, മണപ്പാടം ജംഗ്ഷനിലേക്കൊക്കെ ജസ്റ്റ് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പള്ളിയും മദ്രസ, അമ്പലം, അതുപോലെ സ്കൂളുകൾ എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്ന്. ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില ഞാൻ പറയാം, 23 ലക്ഷം രൂപ. അത് ഫിക്സഡ് റേറ്റാണ്. അതിൽ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്തു തരും. ഇത് ഈ ഭാഗത്ത് നമുക്ക് കഴിഞ്ഞ മഴക്കാലത്ത് ചുമരിൽ മെയിൻ സ്ലാബിലല്ല, നമുക്ക് ഈ ചുമരിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവ് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് വന്ന് വീട് കാണും പറയാം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, വീടിൻ്റെ ചുമരിൻ്റെ പുറകുവശം തേച്ചിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ തേച്ച് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ റൂഫിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ലീക്കും വന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയും വൃത്തിയുള്ളൊരു വീടാണ്. ഇതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരും 23 ലക്ഷം രൂപ കൊടുത്താൽ. ഇതിൽ നമുക്ക് 3 ബെഡ്റൂം, ഒരു ഹാള്, ഡൈനിങ്, അടുക്കള, ചെറിയൊരു വർക്ക് ഏരിയ, അതുപോലെ വീടിൻ്റെ പുറത്ത് ഈ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂം. ഇവിടെയാണ് നമുക്ക് ഷീറ്റ് ഇറക്കിയിട്ട് അവരിപ്പോൾ വർക്ക് ഏരിയ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാവിധ പണികളും ഫിനിഷ് ചെയ്ത് തരും 23 ലക്ഷം രൂപയ്ക്ക്. പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു അടിപൊളി വീട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഈ തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യേണ്ടോ. ഈ ഭാഗമൊക്കെ ഇപ്പോൾ തേച്ചതാട്ടോ. ഈ വൈറ്റ് സിമെൻ്റ് അടിച്ച ഭാഗമൊക്കെ വീടിൻ്റെ 2 ഭാഗവും ഇപ്പോൾ തേപ്പ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പഴയ സമയത്ത് മഴ കൊണ്ടതിൻ്റെ ചെറിയ ഈ ചുമരിലൂടെയുള്ള ലീക്കേജ് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ ചുമരിൽ ഫീൽ ചെയ്യാം. ഇത് നോക്കൂ, ഇന്നൊരു കിണർ നമുക്ക് ഇതുപോലെ പണിയെങ്കിൽ ഒരു 3 ലക്ഷം രൂപയുടെ മുകളിൽ ചിലവാണ്. കരിങ്കല്ല് കെട്ടി കിണർ കുത്തണമെങ്കിൽ നമുക്ക്. അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു തരത്തിലും എത്ര കടുത്ത വേനലിലും വെള്ളത്തിന് ക്ഷാമമില്ല. അതുപോലെ ഈ ഭാഗം വേലിയായിരുന്നു, അവിടെ ഇപ്പോൾ അവർ സ്ലാബ് മതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ സ്റ്റെയറിലൊരു പടി പിടിച്ച് കയറാനായിട്ടൊരു പടി വെച്ച് തരും. അപ്പോൾ എല്ലാവിധ പണികളും പൂർത്തിയാക്കി തരും. 23 ലക്ഷത്തിൽ നിന്ന് കുറയില്ല കേട്ടോ. അത് ലാസ്റ്റ് വിലയാണ്. അത് ഫൈനൽ വിലയായിരിക്കും. അതിൽ നിന്ന് 1 രൂപ പോലും കുറയുന്നതല്ല. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ബസ് പോകുന്ന റൂട്ടിലേക്ക് ജസ്റ്റ് ഒരു നടക്കേണ്ട ദൂരം മാത്രം. അതുപോലെ നമുക്ക് വടക്കഞ്ചേരി ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആലത്തൂർക്കൊക്കെ ആണെങ്കിൽ ഒരു 10-12 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ. നാഷണൽ ഹൈവേയിലേക്ക് ഒരു 6 കിലോമീറ്റർ ദൂരം ഉണ്ടോ. അപ്പുറത്തൊരു പ്ലാവിൽ ഇഷ്ടംപോലെ ചക്ക, അത് വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പണികൾ കംപ്ലീറ്റ് ചെയ്ത് തരുമ്പോൾ നല്ലൊരു സൂപ്പർ വീടായിരിക്കും. ലോ ബഡ്ജറ്റ് വീടൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അപ്പോൾ മറക്കാതെ നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ബൈ ബൈ.